അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് പെട്ടെന്നൊന്ന് ചോറ് കഴിക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആദ്യമേ തന്നെ പറയട്ടെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കില്ലേ. അപ്പോൾ ഇതാ ഞാൻ എണ്ണയൊക്കെ ചൂടാക്കി കുറച്ച് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു കേട്ടോ. ആ വഴറ്റിയെടുത്ത് നന്നായി ഒന്ന് വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കേട്ടോ. പിന്നെ ഉണ്ടല്ലോ ഒരു 3 വറ്റൽമുളകും 2 തക്കാളിയും കൂടിയിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തു. എന്നിട്ട് ഈ വഴണ്ട് വന്നിരിക്കുന്ന മഞ്ഞൾപ്പൊടിക്കിട്ട് വഴണ്ട് വന്നിരിക്കുന്ന ഉള്ളിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റി വരുന്നവരേക്ക് നല്ലതുപോലെ വഴറ്റി കൊടുത്തു കേട്ടോ. നല്ലതുപോലെ തന്നെ ആ തക്കാളിയിലെ നീരൊക്കെ ഒന്ന് വരണം. വറ്റി വന്നതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോഴേക്ക് ഗ്യാസ് തീർന്നപ്പോൾ 2 ദിവസമായി കേട്ടോ. അപ്പോൾ ഇന്നിപ്പം നമ്മുടെ പരിപാടിയൊക്കെ ഇൻഡക്ഷൻ കുക്കറിലാണ്. അപ്പോൾ സാധാരണ ഇങ്ങനെ വഴറ്റുന്ന പരിപാടിയൊന്നും ഇതിൽ വെക്കാറില്ല. അടിയിൽ 2 ടൈലിൻ്റെ പീസൊക്കെ വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്നും ആവർത്തിക്കരുത്. ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തേ ഉള്ളൂ. പക്ഷേ ഡേഞ്ചറാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എപ്പോഴൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ. ഇതുപോലെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം. നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ആ മസാല എല്ലാം കൂടെ ഒന്ന് കുറുകണം കേട്ടോ. ഒന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന സമയത്തുണ്ടല്ലോ ഞാനിപ്പോൾ 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ആൾക്കനുസരിച്ചുള്ള കോഴിമുട്ട എടുക്കണേ. അപ്പോൾ 3 കോഴിമുട്ട എടുത്തിട്ട് 3 ഭാഗങ്ങളിലായിട്ട് ഒഴിക്കുക കേട്ടോ. പൊട്ടിച്ചിട്ട് ഒഴിക്കുക. എല്ലാം കൂടെ ഒരു ഭാഗത്ത് ഒഴിക്കരുത്. 3 ഭാഗങ്ങളിലായിട്ട് പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. എന്നിട്ട് സ്ലോ ഫ്ലെയിമിൽ ഒരു 5 അല്ലെങ്കിൽ 6 മിനിറ്റ് വരെ ചെറിയ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ച് തിളപ്പിക്കണം കേട്ടോ. ഈ ഒരു റെസിപ്പി വന്നിട്ട് നമ്മുടെ ഇവിടെ പാലക്കാട് ഭാഗത്തൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. എനിക്കിത് യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഞാനത് ഉണ്ടാക്കിയപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിത് പൊട്ടിച്ചൊഴിച്ചപ്പോൾ അതിലുണ്ടോ ഒരു കോഴിമുട്ട മാത്രം ഒരു അത്ഭുത ജീവി കിടക്കുന്ന പോലെ കിടക്കുന്നത് എന്ത് പറ്റിയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ആ വെള്ള ഭാഗം മുകളിലേക്ക് വന്നിരിക്കുകയാണ്. ബാക്കിയൊക്കെ ഒരേപോലെ ഉണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മുകളിലേക്ക് മല്ലിയില ഉണ്ട് വെച്ചാൽ വിതറി കൊടുക്കുക. ഓപ്ഷനിലാണ് കേട്ടോ. ഉണ്ടെങ്കിൽ മാത്രം കറിവേപ്പില എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഉണ്ടെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക. ഞാനിപ്പോൾ പച്ച വെളിച്ചെണ്ണയൊന്നും ഒഴിക്കുന്നില്ല. എന്നിട്ട് ഞാൻ അതിൻ്റെ ഓഫ് ചെയ്യും കേട്ടോ. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വയ്ക്കുക. ഇഞ്ചിയോ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ മറ്റ് മസാലകളൊന്നുമില്ലാതെ ഏറ്റവും സിമ്പിളായിട്ട് വെറും മുളകും മഞ്ഞളും മാത്രം ഇട്ടുണ്ടാക്കുന്ന ഈ ഒരു റെസിപ്പി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി വന്നിട്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ എടുക്കാമെങ്കിലും ഏറ്റവും കൂടുതൽ നന്നായിരിക്കുന്നത് ചോറിന് തന്നെയാണ്. അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. അതുപോലെ ഇവിടെ വന്നിട്ട് ശ്രീകുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത്രയും പറഞ്ഞിട്ട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കറിയുടെ പേരെന്താണെന്നല്ലേ, മുട്ട തിളപ്പിച്ചതെന്നാണ് കേട്ടോ. പേര് പോലെ തന്നെ സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതിന് ആ ഒരു പച്ച ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ. കഴിക്കണം ടേസ്റ്റ് എരിവും കറക്റ്റാണ്.